ONAM Celebration, GMHS CU Campus 89 to 90 Batch. A return to the golden age of memories. The ONAM celebration of our beloved classmates of the 1989 to 90 batch at GMHS CU Campus is a gathering of love that brings back the beautiful memories of our school days. No matter how many years pass, time cannot erase the memories of the friendship that grew up laughing, playing and studying together in the schoolyard. This Onam celebration is an opportunity to renew those old friendships, to see classmates who are walking different paths of life together again, and to share happiness. Onam is one of the most beautiful festivals of Kerala. Onam gives the message of equality, love, unity and prosperity. Onam is a celebration that revives the me. The love of Maveli and the warmth of friendship always fill our lives. GMHSCU Campus 89 to 90 Batch. Let's celebrate together. Let's share memories. Let's renew friendship. Let's celebrate a golden jubilee with love.
അവയിലേക്ക് ഈ ഓർമ്മകൾ 89-90 ഓണാഘോഷ വേദിയിലേക്ക് സുസ്വാഗതം നേരുന്നു. നല്ലോണം ഓർത്തോണം 2026 മാവേലിക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ നല്ല സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ടവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് സജിത്തിനെ അധ്യക്ഷം വഹിക്കാൻ ക്ഷണിക്കുന്നു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയ സെക്രട്ടറി രാജീവിനും സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മൾ ഇതൊരു ഒഫീഷ്യൽ പരിപാടിയല്ല, 5 മിനിറ്റിൽ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഈ ഒരു പരിപാടി നമ്മൾ ഡിസൈൻ ചെയ്തത് എല്ലാ ആഘോഷങ്ങളും നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം, എത്രത്തോളം ആഘോഷങ്ങൾ ആഘോഷിക്കാൻ നമ്മളെല്ലാവരും ബാക്കി ഉണ്ടാവുന്ന ഒരു ഉറപ്പുമില്ലാത്തൊരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോ പേരിൽ ഓരോ ആഘോഷങ്ങൾ മാറ്റി വയ്ക്കാതെ എല്ലാ ആഘോഷങ്ങളിലും നമ്മൾ ഒന്ന് ചേർന്ന് ആഘോഷിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് 2 വർഷമായിട്ട് നമ്മൾ ഈ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. നമ്മളെ 2ാമത്തെ വർഷം കിടക്കുമ്പോൾ ഇത് നമ്മളെ 2ാമത്തെ ഓണാഘോഷമാണ്. അപ്പോൾ അത് നമുക്ക് വലിയൊരു അഭിമാനപ്പെട്ട കാര്യമാണ്. ബാക്കി എന്തൊക്കെ ആയാലും അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. നമ്മൾ ആസ് എ ഗ്രൂപ്പ് എന്നുള്ളതിലേക്ക് നമ്മൾ എങ്ങനെ പോകുന്നുള്ളത് മാത്രമേ നമ്മൾ എല്ലായ്പ്പോഴും ആലോചിക്കുന്നുള്ളൂ. ഒരു മത്സരത്തിനും ഒരു കാര്യത്തിനും ആരോടും നമ്മളില്ല. നമ്മൾ നമ്മളെ പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നു. അതിന് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അതാണ് ചെയ്യുന്നത്. ഈ ഒരു ചെറിയ അറേഞ്ച്മെന്റിൽ പോലും വളരെയധികം എഫേർട്ട് പലരും എടുത്തിട്ടുണ്ട്. അവരോടുള്ള സ്നേഹവും സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. ഒപ്പം ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളായിട്ട് ചെറിയ ചെറിയ ഒത്തുചേരലുകളായിട്ട് നമുക്ക് മെല്ലെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാം. നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഗ്രൂപ്പിലില്ലാത്തവരെയൊക്കെ നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മളെ വിശിഷ്ടാതിഥിയായി നമ്മൾ പ്രത്യേക ഒരാളെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മൾ കൂടെയുള്ള ഒരാളാണ്. പക്ഷേ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിലും നമ്മളിടയിലേക്ക് എത്തിച്ചേർന്നതിൽ വലിയൊരു സന്തോഷം നമ്മൾ അറിയിക്കുകയാണ്. അപ്പം ആ മഹത് വ്യക്തിയെ നമ്മൾ സ്വാഗതം ചെയ്യാണ്. കൂടാതെ ഈ ഒരു പരിപാടി വളരെ കട്ട് ഷോട്ട് ചെയ്യാണ്. അടുത്ത ചടങ്ങിലേക്ക് നമ്മൾ 2 വാക്ക് സംസാരിക്കാൻ നമ്മൾ വിശിഷ്ടാതിഥിക്ക് രണ്ട് വാക്കുകൾ സംസാരിക്കാം. കുഴപ്പമില്ല, ഇത് 5 മിനിറ്റില് ഇത് നമ്മൾ കൂടുതൽ വൈൻഡപ്പ് പെട്ടെന്ന് ആക്കണം. എന്താ വെച്ചാല് നമ്മൾ കുറെ പരിപാടികളുണ്ട്, ഡാൻസുകളുണ്ട്, പാട്ടുകളുണ്ട്. പിന്നെ ഇതുവരെ ഡാൻസ് വേദി കാണാത്ത അല്ലെങ്കിൽ അതിൽ കയറാത്ത ആൾക്കാരും കൂടി ഈ പരിപാടിക്ക് അഴകേക്കാൻ ഇന്ന് സ്റ്റേജിലേക്ക് കയറുന്നുണ്ടെന്നുള്ളതാണ് വലിയൊരു സന്തോഷം. അപ്പൊ ആ ഒരു സന്തോഷം കൂടി നമ്മൾ പങ്കുവെക്കുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് 2 വാക്ക് സംസാരിക്കാൻ, അതിനുശേഷം നമ്മൾ അനുഭവം കൂടി 2 വാക്ക് സംസാരിക്കാൻ നമ്മളെ പ്രിയ ട്രഷറർ ക്ഷണിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഈ ആഘോഷത്തിന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പങ്കാളിത്തം ഉണ്ടായി. എല്ലാവരും വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഈ സ്ഥലത്ത് കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്തി, കൃത്യസമയത്ത് തന്നെ എല്ലാവരും എത്തി പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ആ ആത്മാർത്ഥതയോടുകൂടി തന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ പരിശ്രമങ്ങൾ നടത്തി. അതിൻ്റെ ഒരു വിജയമാണ് നമുക്ക് ഇത്രയും ആളുകളെ ഇവിടെ കൂടിയിരിക്കാനൊരു സാഹചര്യം ഉണ്ടായി വന്നത്. തുടർന്ന് നാളുകളിലും നമ്മൾ ഒരുക്കുന്ന പരിപാടികളിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയും സൗഹൃദവും ഒത്തൊരുമയും ഉണ്ടായിക്കൊണ്ട് തന്നെ ഇത് വിജയിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. ഈ ഗ്രൂപ്പ് നിലനിർത്തി പോവുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നാളുകളുടെ എല്ലാ പരിപാടികളിലും ഇന്നിപ്പോൾ പുതിയതായി വന്ന ആളുകളുണ്ട്, അവർക്ക് ഇതിൻ്റെ ഒരു വൈബ് മനസ്സിലാവുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായി തന്നെ വന്നോളും. ഓരോ ആളുകളും ഇതുപോലെ പലതവണ ഓരോ പരിപാടികളിലായി പങ്കെടുത്ത് വന്നതിന് ശേഷം പിന്നെ അവർ നാളെ പരിപാടിയില്ലേ, യാത്രകളില്ലേ, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് നിരന്തരം നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം ആ ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പം അതൊന്നും കൂടി ഉഷാറാവണമെങ്കിൽ കൂടുതൽ ആളുകളും കൂടുതൽ സൗഹൃദങ്ങളും കൂടുതലാവുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ആ നിലയ്ക്ക് എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഈ ഓണം ആഘോഷിച്ച് വൈകുന്നേരം ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ
കഴിഞ്ഞോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയിലായിരിക്കണം ഇന്നത്തെ നമ്മുടെ പെർഫോമൻസ്. ഡാൻസുകളുണ്ട്, ജെൻസിന്റെ ഡാൻസ് ഉണ്ട്, അതിൽ പാട്ടുകളുണ്ട്. ഇതെല്ലാം തന്നെ ഗംഭീരമാകാൻ എല്ലാവരും നല്ല കൂട്ടുത്തരവാദിത്തോടുകൂടി തന്നെ ഇതിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ഉച്ചയ്ക്ക് ആ സദ്യയൊക്കെ കഴിച്ച് ഗംഭീരമാക്കേണ്ടതുണ്ട്. നമ്മളുടെ വിശിഷ്ടാതിഥി ഡോക്ടർ സക്കീർ ഹുസൈൻ കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളോട് 2 വാക്ക് ഓണാശംസകളൊക്കെ നേർന്നുകൊണ്ട് അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കുകയാണ്. എൻ്റെ വക എല്ലാവർക്കും ഓണാശംസകൾ. എന്താണ് പറയേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഈ ഓണക്കാലത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മുമ്പിൽ ഒരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ട്. നന്മയുടെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ഒരു വിളിച്ചോതലാണ് ഓണം എന്ന് പറയുന്നത്. നന്മയും സൗഹാർദ്ദവും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവണം എന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുവാൻ. നമ്മളെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാം എൻ്റെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞാൽ കോളേജ് കാലഘട്ടം. കാരണം സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ ബുദ്ധി ഉറക്കുന്ന ഒരു കാലഘട്ടമല്ല. കോളേജിലാവുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ മെച്ചോർഡാണ്. സ്കൂളിൽ അങ്ങനെ മെച്ചോർഡ് എന്ന് പറയുന്നത് ആ മെച്ചോർഡ് അല്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ കളിക്കുന്ന കളികളും തമാശകളും ഒക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ച് ചിരിക്കുകയും അല്ലെങ്കിൽ സങ്കടപ്പെടുകയും ചിരിക്കുകയും. കോളേജിലെത്തുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കിയത് വേണോ വേണ്ടയോ ഏതായിരുന്നാലും ഈ ഓണത്തിൽ എനിക്കിന്ന് 2-3 പരിപാടികളാണ്. അതും എൻ്റെ അയൽവാസിൻ്റെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ അതെനിക്ക് പോകാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ വന്ന് നിങ്ങളെല്ലാവരെയും കണ്ട് സ്നേഹം പങ്കിട്ട് എൻ്റെ സന്തോഷവും നിങ്ങളുടെ സന്തോഷവും പങ്കിട്ട് പോകാം എന്ന് ഞാൻ കരുതുന്നു. എന്നെ ഇവർ വിളിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ എന്നെ അഭിസംബോധന ചെയ്തതിൻ്റെ തെറ്റാണ് അല്ലേ. ഞാൻ അതിഥിയല്ല, ഞാനൊരു ആതിഥേയൻ തന്നെയാണ്. പക്ഷെ സാഹചര്യം കൊണ്ട് ഞാൻ എന്നെ അങ്ങനെ വിശ്വസിപ്പിച്ചു മാത്രം. ഞാൻ അതിലേക്കൊന്നും പോയില്ല. ഓണ സമയത്ത് നമ്മൾ അങ്ങനെ അല്ലേ സൈത്തെ പിന്നെ എല്ലാം ശരിയാവും എന്ന് മാത്രമേ എനിക്കത് പറയാൻ പറ്റൂ. അടുത്ത ഓണത്തിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഓണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണ് എനിക്ക്. ഞാനെപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം അതിനുവേണ്ടി ചില കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. പക്ഷേ അതൊന്നും ചില കാരണങ്ങളാൽ നടന്നില്ല എന്നുള്ള ശരിയാണ്. പക്ഷെ ഞാനൊരു പ്രത്യേക പ്രകൃതക്കാരനാണ്. ഞാനങ്ങനെ ഒരു കാര്യത്തിലും പിൻവലിയാൻ ആഗ്രഹിക്കാത്തവരാണ്. വിജയിക്കുന്നത് വരെ ഞാൻ പൊരുതും. ആ പൊരുതാൻ ഈ കാര്യത്തിലും എനിക്കൊക്കെ അതിൽ വിഷമമുണ്ട്. നമുക്കൊക്കെ വിഷമമുണ്ടാവും, സ്വാഭാവികമാണ്. എനിക്ക് മാത്രമല്ല, നമ്മളെ കുറച്ചുകൂടി ആളുകൾ നമ്മളെ ക്ലാസ്മേറ്റ്സിനൊക്കെ പറഞ്ഞാൽ ആ ക്ലാസ്മേറ്റ്സിനെ എല്ലാവരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഒരു ഓണം ഉണ്ണണം. അത് നമുക്ക് സാധിക്കും അടുത്ത വർഷം തീർച്ചയായിട്ടും. ഈ വർഷം ഇങ്ങനെ ഓരോരുത്തരുടെ എന്താ പറയുക പ്രോഗ്രാമുകൾ നടക്കട്ടെ. അതിൽ എങ്കിലും ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, എല്ലാം നമ്മളെല്ലാവരും ഒരു ടീമാണെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലൊക്കെ വേണം. എങ്കിലേ അതിനൊരു ഓപ്പണിംഗ് ഉണ്ടാവും. അല്ലാതെ ഇത് ക്ലോസ്ഡ് ഡോറല്ല, ഇത് തുറന്നിട്ട ഡോറാണ്. ആ തുറന്നിട്ട ഡോറിലേക്ക് അങ്ങോട്ടും പോകാം. ഹലോ. അടുത്തതായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സുധീറിന്റെ ഈ മൊമെന്റോ ഏറ്റുവാങ്ങുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് കം സുധീർ. എല്ലാവരും നല്ലൊരു കൈയോടുകൂടി സുധീറിനെ നമുക്ക് സ്വീകരിക്കാം.
അടുത്തതായി ഉഷയെ ഈ വേദിയിലേക്ക് മൊമെന്റോ സ്വീകരിക്കാനായി ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ഉഷ. എല്ലാവരും നല്ല കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അടുത്തതായി മൊമെന്റോ ഏറ്റുവാങ്ങാൻ ലീലയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ലീല. അടുത്തതായി മൊമെന്റോ ഏറ്റുവാങ്ങാൻ ഗീതയെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അടുത്തതായി വിമലയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒന്ന് രണ്ട് പേരെ നമ്മൾ ഇതിൽ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അതെന്താ വെച്ചാൽ അവസാന നിമിഷത്തിൽ എത്തുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. നമ്മൾ തുടക്കത്തിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ ചെറിയ രീതിയിൽ ഫോട്ടോ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് കിട്ടാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അത് അടുത്ത പരിപാടിയിലേക്ക് നമുക്കത് ഷോർട്ട് ഔട്ട് ചെയ്യാം. ഇതില് വലിയൊരു നമ്മുടെ 30-ാം തീയതി വരുന്ന 30-ാം തീയതി നമ്മുടെ ഒരു പാരന്റ് അലൂമിനി അവര് നമ്മളെ ഇടയിൽ ഒരു എഴുത്തുകാരന്മാർ കുറെ ഉണ്ട്. നമ്മളെ ഇടയിൽ ഭയങ്കര എഴുത്തുകാരന്മാരുണ്ട്. ശരിക്കും ബുക്ക് എഴുതാറുണ്ടെങ്കിൽ രാമായണത്തിന്റെയും ഭഗവത്ഗീതന്റെ ഒക്കെ അപ്പുറത്തേക്ക് പോകുന്ന ലെവലിലുള്ള എഴുത്തുകാരെ ഞാൻ അതിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ അത്രയും വളരെ ലോ പോയിന്റ്, ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ എഴുതുന്ന ആൾക്കാരെ കണ്ടത്. അത് അവാർഡ് കൊടുക്കാൻ ഇപ്പൊ കാറ്റഗറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ ആലോചിച്ചിട്ട് കൊടുക്കാൻ വിചാരിച്ചു. പക്ഷേ ഏറ്റവും സന്തോഷമുള്ള കാര്യം, നമ്മൾ ഒപ്പമുള്ള ഒരാള് അടുത്തിടെ ഒരു കവിതാ സമാഹാരം ഇറക്കുണ്ടായി. അത് അരിയല്ലൂർ വെച്ചിട്ട് നമ്മൾ കുറെ ആൾക്കാർ 5-10 പേര് നമ്മളെ ഈ ഗ്രൂപ്പിൽ നിന്ന് അവിടെ ആ പരിപാടിയിലേക്ക് പോയിരുന്നു. അപ്പം ആ രാജീവ് സിയാറിനെ നമ്മളൊരു ഗ്രൂപ്പിന്റെ സ്നേഹാദരം അറിയിക്കാൻ സ്നേഹപൂർവ്വം നമ്മൾ ചെറിയൊരു മൊമെന്റോ രാജീവിനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ രാജീവിന് അത് ഹാൻഡ് ഓവർ ചെയ്യാണ്. നടത്തം തുടരട്ടെ സുഹൃത്തെ എന്നുള്ളൊരു ക്യാപ്ഷനിലാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. പിന്നെ ഞാൻ എഴുതിയ ഈ ബുക്ക് ഒരു കോപ്പി ഞാൻ സക്കീറിന് കൊടുക്കുകയാണ്. കയ്യടി പോരാ